ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പ്രയോഗിച്ചത് 50-ൽ താഴെ വ്യോമായുധങ്ങൾ മാത്രമാണെന്നും ഇതുതന്നെ പാകിസ്ഥാനെ വെടിനിർത്തൽ ചർച്ചയിലേക്ക് എത്തിച്ചെന്നും വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നർമദേശ്വർ തിവാരി. ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ശക്തിയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അത്രയധികം കരുത്തുറ്റ ആയുധങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കയ്യിലുള്ളത്. അങ്ങനെയായതുകൊണ്ട് തന്നെ വ്യോമശക്തിയുടെ പ്രയോജനങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ ചെയ്തതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേറെയില്ല. 50-ൽ താഴെ ആയുധങ്ങൾക്ക് ശത്രുവിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പഠിക്കേണ്ട ഒരു ഉദാഹരണമാണിത്, എയർ മാർഷൽ തിവാരി പറഞ്ഞതാണ്. എങ്കിലും മെയ് 7 മുതൽ 10 വരെ ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ ഏതൊക്കെയെന്ന് എയർ മാർഷൽ തിവാരി വ്യക്തമാക്കിയിട്ടില്ല. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ക്രിസ്റ്റൽ മേസ് 2, റാംബേജ്, സ്കാൽപ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്താൻ സുഖോയ് 30, MKI, റഫാൽ, മിറാഷ് 2000 യുദ്ധവിമാനങ്ങളെ വ്യോമസേന വിന്യസിച്ചിരുന്നു. ആണവ കേന്ദ്രങ്ങൾക്കും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾക്കും സമീപമുള്ള പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളും റഡാർ കേന്ദ്രങ്ങളുമായിരുന്നു ലക്ഷ്യം. അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും സജീവമാണെന്നും ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പുകൾ പ്രതിദിനം എന്ന നിലയിൽ വർഷം മുഴുവൻ അതീവ ജാഗ്രതയോടെ തുടരണമെന്നും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആവശ്യപ്പെട്ടു. പ്രതിരോധ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ജനറൽ അനിൽ ചൗഹാൻ. ഭാവിയിലെ യുദ്ധങ്ങൾക്ക് പരമ്പരാഗത പോരാട്ട വൈദഗ്ധ്യത്തെക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ നേരിടേണ്ടി വരും. യുദ്ധത്തിൽ രണ്ടാം സ്ഥാനക്കാരില്ല. ഏത് സൈന്യവും നിരന്തരം ജാഗ്രത പാലിക്കുകയും മികവ് പുലർത്തുകയും വേണം. സാധാരണ സൈനികർക്ക് പുറമെ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് യോദ്ധാക്കളുടെയും മിശ്രിതമായി സൈന്യം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കാർഗിൽ വിജയത്തിന്റെ 26 വർഷത്തെ ആഘോഷവേളയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിനോട് താരതമ്യപ്പെടുത്താവുന്നതാണെന്നും വെളിപ്പെടുത്തി. ഇന്ത്യൻ സായുധ സേനയുടെ ശൗര്യവും ധൈര്യവും ദൃഢനിശ്ചയവും അതേപടി തുടരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും യുദ്ധത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു. 1999-ലെ വേനൽക്കാലത്ത് കാർഗിൽ കൊടുമുടികളിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരു യുദ്ധം ഇന്ത്യൻ സൈനികർ പാകിസ്ഥാനെതിരെ നടത്തി. മെയ് 3-നും ജൂലൈ 26-നും ഇടയിൽ 2 മാസവും 3 ആഴ്ചയും നീണ്ടുനിന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് 527 ബ്രേവ് ഹാർട്സ് നഷ്ടപ്പെട്ടു. 1999 ജൂലൈ 26-ന് 150 കിലോമീറ്റർ ദൈർഘ്യമുള്ള എല്ലാ പോയിന്റുകളും തിരിച്ചുപിടിച്ചുകൊണ്ട് ഇന്ത്യ വിജയം പ്രഖ്യാപിച്ചു. 26 വർഷങ്ങൾക്ക് ശേഷം പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ വർഷം വീണ്ടും ഒരു ഉഗ്രമായ ഓപ്പറേഷനിൽ പാകിസ്ഥാനെ നേരിട്ടുള്ള പോരാട്ടത്തിലും പീരങ്കി റെജിമെന്റുകളിലും കാലാൽപ്പട നടത്തിയ ഒരു നീണ്ട യുദ്ധമായിരുന്നു കാർഗിൽ. മിസൈലുകൾ, വ്യോമ പ്രതിരോധം, മാരകമായ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ഒരു നോൺ കോൺട്രാക്ട് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനെതിരായ വിജയത്തിന്റെ ആദ്യ ആഘോഷമാണ് ഈ വർഷത്തെ കാർഗിൽ വിജയ് ദിവാസ്. കാർഗിൽ യുദ്ധവും ഓപ്പറേഷൻ സിന്ധൂറും വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലാണെങ്കിലും തീവ്രതയുടെയും യുദ്ധ സാങ്കേതികതയുടെയും കാര്യത്തിൽ രണ്ടും പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റത്തിന്റെയും ഭീകരതയുടെയും ദുഷ്കരമായ സാഹസികതകളെ പരാജയപ്പെടുത്താൻ തുടങ്ങി. കാർഗിൽ യുദ്ധത്തിലും ഓപ്പറേഷൻ സിന്ധൂറിലും പാകിസ്ഥാൻ സൈന്യത്തിന് അതേ ശക്തിയോടെ എന്നാൽ വ്യത്യസ്തമായ ശൈലിയിൽ ഉചിതമായ മറുപടി നൽകി. ഇന്ത്യൻ സായുധ സേന 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ സൈനിക സിവിലിയൻ താവളങ്ങൾ ലക്ഷ്യമിടാൻ ശ്രമിച്ചു. അതിന് ഇന്ത്യൻ സായുധ സേന ഉചിതമായ മറുപടി നൽകുകയും പാകിസ്ഥാനിലെ നിരവധി വ്യോമതാവളങ്ങളും വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. 1999-ൽ കാർഗിലിൽ നുഴഞ്ഞുകയറിയ ജമ്മു കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ പഹൽഗാം ആക്രമിച്ചപ്പോഴും ഇതേ ഉദ്ദേശമായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് തൊട്ടുമുൻപ് പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ കാശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരുന്നു. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇന്ത്യൻ സായുധ സേന അവരുടെ ആധുനിക ആയുധങ്ങളുടെയും പ്രത്യേക യുദ്ധ സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ മാത്രമല്ല സൈനിക നിലപാടുകളുടെയും കാര്യത്തിൽ പോലും മാറിയിരിക്കും. ഓപ്പറേഷൻ വിജയ് പ്രതിരോധാത്മകമാണെങ്കിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ഓപ്പറേഷൻ സിന്ധൂർ തീവ്രവാദത്തിനെതിരായ ഒരു ആക്രമണ സന്ദേശമായി മാറി. ഓപ്പറേഷൻ വിജയ് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്നു. ആഴ്ചകളോളം ശക്തമായ പോരാട്ടം നടന്നു. ഓപ്പറേഷൻ സിന്ധൂരിൽ 25 മിനിറ്റിനുള്ളിൽ 9 തീവ്രവാദ ഒളിത്താവളങ്ങളിൽ ആക്രമണം നടത്തി. ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുകയാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും 4 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.